ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സരസ്വതിയും കൃഷ്ണചന്ദ്രനും മോഹനൊത്ത് ജീപ്പിൽ സഞ്ചരിക്കുന്ന വീഡിയോ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് രാജശേഖരൻ വക്കീൽ പറയുമ്പോൾ, ഇക്കാലത്ത് വീഡിയോ മാനിപ്പുലേഷൻസ് ഒക്കെ ഈസിയാണെന്ന് സിന്ദൂര വിക്രമനും വാദിക്കുന്നുണ്ട്. വീഡിയോ മാനിപ്പുലേറ്റഡ് ആണോന്ന് അതിന്റെ ഹാഷ് വാല്യൂ നോക്കി ഉറപ്പിക്കാവുന്നതേയുള്ളൂ. ഡിഫൻസ് കൗൺസിൽ അതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് രാജശേഖരൻ സിന്ദൂര വിക്രമനോടായി പറയുന്നുണ്ട്. പിന്നെ സരസ്വതി കന്യാകുമാരിയിൽ എത്തുന്ന വിവരം കൃത്യമായി ഒരാൾ മോഹനെ അറിയിച്ചിരുന്നു. അത് പ്രകാരമാണ് മോഹൻ കന്യാകുമാരിയിൽ എത്തുന്നത് എന്ന് രാജശേഖരൻ വാദിക്കുമ്പോൾ, ഇത് പുതിയ കഥയാണെന്ന് സിന്ദൂര വിക്രമനും. കഥയല്ല, സംഭവമാണ്. സരസ്വതിയുടെ കൂടെ TTCക്ക് പഠിച്ച സഹപാഠിയായിരുന്നു ആ ഇൻഫോർമർ. ആ ഇൻഫോർമർക്ക് മോഹനുമായി ഉണ്ടായിരുന്ന ബന്ധം സരസ്വതി വൈകിയാണ് അറിഞ്ഞത് എന്ന് വക്കീൽ വാദിക്കുന്നത് കേട്ട് സിന്ദൂര വിക്രമനും സംശയത്തോടെ മോഹനെ നോക്കുന്നുണ്ട്. ടീച്ചറമ്മയും തന്റെ സഹപാഠിയായിരുന്ന രഘു തന്നെ കാണാനെത്തിയ കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. എന്താ രഘു ഇത്ര വലിയ സീക്രട്ട് എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ, നമ്മുടെ ബാച്ചിലെ പലർക്കും പല സീക്രട്ടും ചുറ്റിക്കളിയും ഉള്ളതായി എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഗതിയാണെന്ന് രഘു പറയുമ്പോൾ, ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ എന്ന് ടീച്ചറമ്മയും. നിന്റെ പട്ടാളക്കാരൻ കെട്ടിയോന് നമ്മുടെ ബാച്ചിലെ ഒരു പെണ്ണുമായി റിലേഷൻ ഉണ്ട് എന്ന് രഘു പറയുമ്പോൾ ഞെട്ടലോടെ ആരുമായിട്ടെന്ന് ടീച്ചറമ്മയും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണെന്ന് രഘു പറയുമ്പോൾ, നീ മനുഷ്യന്റെ ക്ഷമ കെടുത്താതെ പറ രഘു എന്ന് ടീച്ചറമ്മയും. അത് നമ്മുടെ പ്രിയ സുഹൃത്ത് കല എന്ന് രഘു പറയുമ്പോൾ ഞെട്ടലോടെ കലയോ എന്ന് ടീച്ചറമ്മയും. കല തന്നെ, അവളാണ് നമ്മുടെ ബാച്ചിന്റെ സീക്രട്ട് ഏജൻസി. നമ്മുടെ ബാച്ചിന്റെ അപ്ഡേഷനും നിന്റെ കാര്യങ്ങളും നമ്മുടെ ടൂറിന്റെ കാര്യവുമൊക്കെ പട്ടാളക്കാരൻ അറിഞ്ഞത് കല വഴിയാണ് എന്നതൊക്കെ ടീച്ചറമ്മ ഓർമ്മിച്ചെടുക്കേ PW13 കലയെ സാക്ഷി വിസ്താരത്തിനായി വിളിക്കുന്നുണ്ട്. രാജശേഖരൻ വക്കീൽ കലയോടായി, മോഹനെ നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയാം എന്ന് ചോദിക്കുമ്പോൾ, അത് മോഹൻ ചേട്ടനെ എനിക്ക് പണ്ട് മുതലേ അറിയാം. നേരിട്ട് പരിചയമായിട്ട് ഇപ്പോ 5-6 കൊല്ലമായി എന്ന് കല പറയുമ്പോൾ, നിങ്ങളുടെ TTC ബാച്ചിന്റെ ടൂറിന്റെ വിവരങ്ങൾ നിങ്ങൾ മോഹനെ അറിയിച്ചിരുന്നു എന്ന് വക്കീലും. ഞങ്ങള് തമ്മിൽ കണ്ടിട്ട് കുറച്ചു നാളായതുകൊണ്ട് കാണാനുള്ള ചാൻസ് ആയിട്ടാ അത് പറഞ്ഞത്. സരസ്വതി ടൂറിനുള്ളത് കൊണ്ട് മോഹൻ ചേട്ടൻ വരുന്ന കാര്യം സംശയമാണെന്നാ പറഞ്ഞത് എന്ന് കല പറയുമ്പോൾ, യാത്രയുടെ വിശദാംശങ്ങൾ നിങ്ങൾ മോഹനോട് പറഞ്ഞില്ലെന്ന് രാജശേഖരൻ ചോദിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് മോഹനുമായുള്ള ആ കോൾ കല ഓർത്തെടുക്കുന്നുണ്ട്. എന്താടി നിന്റെ കെട്ടിയും തിരിച്ചു പോയോ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ, ഇല്ല, അടുത്ത ആഴ്ചയാവും എന്ന് കലയും. ആ നാറയ്ക്ക് നേരത്തെ കയറി പൊക്കൂടെ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ, പോയേ ഒരു കാര്യം പറയാനാ നിങ്ങളെ വിളിച്ചത് എന്ന് കല പറയുമ്പോൾ, എന്ത് കാര്യമെന്ന് മോഹനും. ഞങ്ങൾ TTC ബാച്ചുകാരെ ടൂർ പോകുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും വന്നാൽ നമുക്ക് കാണാമെന്ന് കലയും. നിങ്ങളെ TTCക്കാരുടെ ടൂറാവുമ്പോൾ ആ സരസ്വതിയും കാണില്ലേ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ, അവൾക്ക് അവാർഡ് കിട്ടിയത് കൊണ്ട് അനുവദിച്ച ടൂറാ എന്ന് കലയും. എവിടേക്കാ നിങ്ങളുടെ ടൂർ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ, ആദ്യം കന്യാകുമാരി പിന്നെ രാമേശ്വരം അങ്ങനെ എന്ന് കല പറയുമ്പോൾ, ഇത് എന്തോ നാടി, തീർത്ഥാടനമോ, വല്ല മൂന്നാറോ ഊട്ടിയൊക്കെ പോരെ എന്ന് മോഹനും. കൂടുതൽ പേരും ഇതാ പറഞ്ഞതെന്ന് കല പറയുമ്പോൾ, എന്തായാലും നോക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് മോഹനും കോൾ വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കല കോടതി അറിയിക്കുമ്പോൾ, അപ്പോ സെപ്റ്റംബർ 7 നിങ്ങൾ കന്യാകുമാരിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ അറിയാമായിരുന്നു അല്ലേ എന്ന് രാജശേഖരൻ ചോദിക്കുന്നുണ്ട്. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങൾ കന്യാകുമാരിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ ചേട്ടൻ അറിയാമായിരുന്നു എന്ന് കല പറയുമ്പോൾ, ഇന്ന ദിവസം കന്യാകുമാരിയിൽ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് മോഹൻ അറിയാമായിരുന്നു എന്നല്ലേ ഉദ്ദേശിച്ചതെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ, അതെ അറിയാമായിരുന്നു എന്ന് കലയും. വക്കീൽ ജഡ്ജിയോടായി, യുവർ ഓണർ, അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ആ അപകടം പ്രീ പ്ലാൻഡ് ആണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മോഹൻ കന്യാകുമാരിയിൽ വന്നത്. ബോധപൂർവം കുഴിച്ചിട്ട സത്യങ്ങളെല്ലാം മോഹനെതിരെ സാക്ഷി പറയുകയാണ്. ഇതാണ് സത്യത്തിന്റെ ബലം. അസത്യം എത്ര കാലത്തിന് ശേഷമാണെങ്കിലും എത്ര തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചാലും തെളിഞ്ഞു വരിക തന്നെ ചെയ്യും എന്ന് രാജശേഖരൻ പറയുമ്പോഴേക്കും സിന്ദൂര വിക്രമൻ എഴുന്നേറ്റ് വന്ന്, വ്യാജ വസ്തുതകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചീട്ടു കൊട്ടാരമാണിത്. ഇത് സത്യത്തിന്റെ ഗോപുരമൊന്നുമല്ല സാർ, നുണകളുടെ കൂടാരമാണ്. സ്വന്തം മക്കൾ തനിക്കെതിരെ സാക്ഷി പറയുകയും അച്ഛനൊപ്പം നിൽക്കുന്നതും കണ്ട് ഒരു സിംഗിൾ പാരന്റിന്റെ പകപോക്കലായി കണ്ട് പെട്ടെന്നുദിച്ചു വന്ന കേസുകൾ ബഹുമാനപ്പെട്ട കോടതി കാണണം. പൊന്തി വന്ന എല്ലാ കേസുകൾക്ക് പിന്നിലും സരസ്വതിയാണ് യുവർ ഓണർ എന്ന് സിന്ദൂര വിക്രമൻ പറഞ്ഞു നിർത്തുമ്പോൾ, സത്യം പുറത്തു കൊണ്ടുവരാൻ ഒരാൾ പ്രയത്നിക്കുന്നതിൽ എന്ത് അപരാധമാണ് ഡിഫൻസ് കൗൺസിൽ കാണുന്നത് എന്ന് രാജശേഖരനും ചോദിക്കുന്നുണ്ട്. തനിക്കറിയാവുന്ന ഒരു കപടമുഖം ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ സരസ്വതി ടീച്ചർ നടത്തിയ പോരാട്ടം എല്ലാവർക്കും മാതൃകയാണ്. സാഹചര്യ തെളിവുകളെല്ലാം ഒരേ ദിശയിലേക്കാണ്. അതിനാൽ മൈ ലോർഡ്, ഈ കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തി നിയമപ്രകാരം അർഹമായ പരമാവധി ശിക്ഷ വിധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് രാജശേഖരൻ വാദിച്ചു നിർത്തുമ്പോൾ, ജഡ്ജി തന്റെ തീരുമാനം അറിയിക്കുന്നുണ്ട്. വാദങ്ങൾ കേട്ടു, രേഖകളും സാക്ഷികളും പരിശോധിച്ചു. വിധി പ്രസ്താവത്തിനായി ജനുവരി 9 മാറ്റിയിരിക്കുന്നു. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ് എന്ന് ജഡ്ജി നിർത്തുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. സന്തോഷത്തോടെ കോടതി വരാന്തയിലേക്ക് എത്തുന്ന കൃഷ്ണചന്ദ്രൻ സാറും സരസ്വതിയെ കാത്തു നിൽപ്പുണ്ട്.
സരസ്വതിയും വീണയും അങ്ങോട്ടെത്തുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറും സന്തോഷത്തോടെ ഗ്രേറ്റ് സരസ്വതി. കേസിന്റെ പിന്നിലെ സരസ്വതിയുടെ അധ്വാനത്തിന്റെ ഒരു ഷോക്കേസാണിത്. എനിക്കത് നന്നായി ബോധ്യപ്പെട്ടു. ആ ഒരു എഫർട്ടിന് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു മോഹനെ ഇതിനുമപ്പുറം എന്ത് തുറന്നു കാട്ടാനാണെന്ന്. അയാളെന്ന ക്രൂരതയെ തുറന്നു കാണിക്കാൻ നമ്മളൊരു ഘടകമായിന്ന് മാത്രം. ഒരിക്കലും പുറത്തു വരുമായിരുന്നില്ലാത്ത 2 കൊലപാതകങ്ങൾ അത് പുറത്തു കൊണ്ടുവരാനായി. മോഹന്റെ സഹോദരിയെയും മാലതിയുടെ കുടുംബത്തെയും TTCയിലെ കലയും ഒക്കെ ഇതുമായി കണക്ട് ചെയ്ത് കൊണ്ടുവന്നുവല്ലോ. ഐ റിയലി അപ്രീഷിയേറ്റ് ദ എഫർട്ട് എന്ന് പറഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാർ കൈനീട്ടുമ്പോഴേക്കും ടീച്ചറമ്മയും കൈനീട്ടി താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ചിരിയോടെ നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ ചിരിയോടെ ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് നിൽക്കുമ്പോഴാണ് പോലീസുകാർ മോഹനെയും കൊണ്ട് അതിലെ വരുന്നത്. അത് കണ്ട് മോഹനും കൊള്ളാം എന്ന് പറയുന്നു കേട്ട് ഞെട്ടലോടെ ടീച്ചറമ്മയും കൃഷ്ണചന്ദ്രൻ സാറും കൈ പിൻവലിക്കുന്നുണ്ട്. നല്ല പുരോഗതി എന്ന് പറഞ്ഞ് ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ അകത്തായപ്പോൾ രണ്ടിനും നല്ല ധൈര്യമായി അല്ലേ? ഒരു കാര്യം ഓർത്തോ, കെട്ടിത്തൂക്കിയാലും കയററുത്ത് മോഹൻ വരും എന്ന് പറയുമ്പോഴേക്കും വാ നടക്ക് മതി എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. സൂക്ഷിച്ചു രണ്ടും എന്ന് അവരുടെ നേരെ വിലചൂണ്ടി പറഞ്ഞുകൊണ്ട് മോഹനും അവരുടെ കൂടെ ചെല്ലുന്നുണ്ട്. കൃഷ്ണചന്ദ്രൻ സാറും സരസ്വതിയോടായി പറയുന്നുണ്ട് കാര്യമാക്കേണ്ട സരസ്വതി, വല്ലാതെ തോറ്റുപോയതിന്റെയും പിടിക്കപ്പെട്ടതിന്റെയും ജാള്യതയാണെന്ന്. ആര് കാര്യമാക്കുന്നു സാർ? ഞാൻ വിചാരിച്ചത് എനിക്ക് ചെയ്യാൻ പറ്റി. അയാളെ ഇങ്ങനെ നിയമത്തിന് വിധേയമായി കാണുന്നതേ സന്തോഷം. എത്രയോ കാലത്തെ മുറിവ്, മനസ്സിന്റെ കനം എല്ലാം പോയി. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ പണിപ്പെട്ടത്. വിധിയും നമുക്ക് അനുകൂലമായി വരും സാർ എന്ന് ടീച്ചറമ്മ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ തീർച്ചയായും മോഹന് പരമാവധി ശിക്ഷ കിട്ടട്ടെ എന്ന് കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നുണ്ട്. അപ്പോഴാണ് സുശീലയും സുമതിയും കൂട്ടരും അങ്ങോട്ടെത്തുന്നത്. അവരെ കാണുന്ന ടീച്ചറമ്മയും സുശീലെ, സുമതി എന്ന് വിളിച്ച് അവരുടെ അടുത്തേക്ക് ചെന്ന് തന്റെ സന്തോഷം അവരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ വേറൊരിടത്ത് റജിയും അഡ്വക്കേറ്റ് സുജയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ടീച്ചറമ്മയും വീണയും സുശീലയും യാത്രയാക്കി വരുന്ന വഴിയിൽ അപ്പച്ചിയെ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് വീണ നോക്കുമ്പോഴാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന റജിയെയും സുജിയെയും കാണുന്നത്. ദേ അങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ് വീണ അമ്മയ്ക്ക് ആ കാഴ്ച കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ടീച്ചറമ്മയും സംശയത്തോടെ അവരെ നോക്കി നിൽപ്പുണ്ട്. വീണയും ചിരിയോടെ എന്റെ കേസിന്റെ കാര്യം സംസാരിക്കുന്നതാ, അമ്മ വെറുതെ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയുമ്പോൾ അതിനാര് തെറ്റിദ്ധരിച്ചു? നിന്റെ കേസിൽ ഇത്രയ്ക്ക് ചിരിക്കാൻ എന്താ ഉള്ളത് എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതം തന്നെ ഇപ്പോൾ മറ്റുള്ളവർക്ക് കോമഡി ആയില്ലേ അമ്മ, അപ്പൊ ചിരിക്കാനുണ്ടാവും എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിച്ച് ചിരിച്ചോണ്ട് സംസാരിച്ച് നിൽക്കുന്ന റജിയെയും സുജിയെയും നോക്കി നിൽപ്പുണ്ട്. അപ്പോഴാണ് മഹേഷും രാധയും അങ്ങോട്ട് വരുന്നത്. സന്തോഷത്തോടെ മഹേഷ് രാധയോടായി അമ്മയോട് നമുക്ക് നന്ദി പറയാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സന്തോഷത്തോടെ മഹേഷ് അമ്മയോടായി അമ്മ രാവിലെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളെ രക്ഷിക്കാനുള്ള വഴി കണ്ടു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് രാധയും. അതെ, കാര്യങ്ങളിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥത്തിൽ അച്ഛനെ അറിയിച്ച ആളെ പ്രസന്റ് ചെയ്യാനായല്ലോ എന്ന് മഹേഷ് സന്തോഷത്തോടെ പറയുമ്പോൾ ഇനി വിധി വരുമ്പോൾ നമുക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. നമ്മളല്ല ഇൻഫോം ചെയ്തതെന്ന് ഇപ്പൊ വ്യക്തമല്ലേ എന്ന് രാധയും പറയുന്നുണ്ട്. അതെ, ഇതിപ്പോ ഞങ്ങൾ രണ്ടാളുടെയും എല്ലാ തെറ്റിദ്ധാരണയും മാറി. പിന്നെ പഴയതുപോലെ അമ്മയ്ക്കൊപ്പം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് മഹേഷ് ചിരിയോടെ പറയുമ്പോൾ ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷേ ഇപ്പോ നിങ്ങളുടെ തെറ്റിദ്ധാരണയല്ലേ മാറിയിട്ടുള്ളൂ. എനിക്ക് നല്ല ധാരണകൾ ഉണ്ടാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. നിങ്ങൾ ആദ്യം ഒന്ന് ജീവിച്ച് കാണിക്ക് എന്ന അമ്മയുടെ മറുപടി കേട്ട് അവരുടെ മുഖം വാടുന്നുണ്ട്. ഞാൻ എന്തോ പറ്റാത്തത് പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങളുടെ ഭാവം. നന്നായി ജീവിക്കാൻ അത്ര പാടാണോ? എന്നെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒന്ന് നന്നായി ജീവിക്ക് എന്നമ്മ വീണ്ടും പറയുമ്പോൾ മഹേഷും ജീവിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാധയോടായി നിനക്കൊന്നും പറയാനില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ നന്നായി ജീവിക്കണമെന്ന് തന്നെയാ എനിക്കും എന്ന് രാധ പറയുമ്പോൾ ഒന്നിരുത്തി മൂളിക്കൊണ്ട് വാടിന്ന് വീണയെ വിളിച്ചോണ്ട് ടീച്ചറമ്മ അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. ടീച്ചറമ്മയും വീണയും ആ സന്തോഷത്തിൽ മേരിക്കുട്ടി ടീച്ചറുടെ വീട്ടിലേക്കാണ് എത്തുന്നത്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് മേരിക്കുട്ടി ടീച്ചർ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ സരസ്വതിയുടെ കൂടെ അകത്തേക്ക് കയറുന്ന വീണ ജോണേട്ടനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പുറത്തുപോയി, വൈകില്ല, വാ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ അവരെ അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. മോഹൻ എന്തായാലും ശരിക്കും കുരുങ്ങിയല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ശരിക്കും കുരുങ്ങിയെന്ന് ടീച്ചർ അമ്മയും. എന്തായാലും നീ ഇതെല്ലാം കൂടി തേടി പിടിച്ച് ഒപ്പിച്ചെടുത്തല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ജീവൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന പിള്ളേര് അയാളുടെ ഒപ്പം കൂടിയപ്പോൾ തോന്നിയ വാശിയാ. അയാളെ നന്നായി ഒന്ന് തുറന്നു കാണിക്കണമെന്ന് തോന്നി. എനിക്ക് അയാളെ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ. അയാളുടെ അച്ഛന്റെ കൊലപാതകം എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യം തന്നെ ആയിരുന്നു. മാലതിയുടെ കൊലപാതകം ഇപ്പോഴാ ഉറപ്പിച്ചത്. നേരത്തെ ആത്മഹത്യ എന്ന എല്ലാവരും കരുതിയിരുന്നത്. എന്നെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും അയാൾ കൊല്ലാൻ നോക്കിയതുപോലും പുറത്തറിയിക്കണമെന്നില്ലായിരുന്നു. അയാൾ തന്നെ അയാളുടെ കുഴി തോണ്ടിയതാണെന്ന് സരസ്വതി പറയുന്നുണ്ട്. തൂക്കുകയറിന് സാധ്യത പത്രങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ പുറത്ത് നമുക്ക് ശല്യമാകാതെ അകത്ത് കിടന്നാലും മതി എന്ന് സരസ്വതിയും. അയാൾ ചെയ്ത ക്രൂരതയ്ക്ക് അത്രയും പോരല്ലോ എന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോൾ എന്തായാലും വിധി വരുമ്പോൾ അറിയാലോ എന്ന് സരസ്വതിയും.
നല്ല ശിക്ഷ കിട്ടണമെന്ന് തന്നെയാ എൻ്റെ പ്രതീക്ഷ എന്ന് മേരിക്കുട്ടി പറയുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് എനിക്ക് നിന്നോടൊരു കാര്യം പേഴ്സണലായി സംസാരിക്കാനുണ്ട് എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. എന്നവാ നമുക്ക് മുകളിലിരിക്കാമെന്ന് മേരിക്കുട്ടി ടീച്ചർ സരസ്വതിയോടായി പറഞ്ഞ് വീണയോടായി, വീണ ഇവിടെ TV കണ്ടിരിക്കെ, ഞങ്ങൾ രണ്ട് കുന്നായ്മ പറഞ്ഞു വരട്ടെ, വാ സരസ്വതി എന്ന് പറഞ്ഞ് സരസ്വതിയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ. അവർ മുകളിലെത്തിയിരിക്കുമ്പോഴേക്കും എന്താടി നിന്റെ സീക്രട്ട് എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട്. സീക്രട്ട് ഒന്നുമല്ല, ഇടയ്ക്ക് നല്ല ചീത്ത പറയേണ്ടി വന്ന കുഞ്ഞു കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്ന് സരസ്വതി പറയുമ്പോൾ എന്താന്ന് വെച്ചാ പറ സരസു എന്ന് മേരിക്കുട്ടി ടീച്ചറും. കാലങ്ങളായി നീ ഹൈഡ് ചെയ്യുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് സരസു ചോദിക്കുമ്പോൾ നീയല്ലേ സീക്രട്ടിന്റെ ആള്, നീ നിന്റെ ആക്സിഡന്റിന്റെ കാര്യം ആരോടെങ്കിലും ഇത്ര കാലം പറഞ്ഞിരുന്നോ? മോഹന്റെ അച്ഛന്റെ കാര്യം ഞാൻ പോലും കോടതി നേരത്തെ അറിയുന്നത്, എന്നെ പോലെ എനിക്കെന്ത് സീക്രട്ട് എന്ന് മേരിക്കുട്ടിയും. നീ നിന്റെ ഏതെങ്കിലും സുഹൃത്തിന്റെ മകളെ മരുമകളായി ആഗ്രഹിച്ചിരുന്നോ എന്ന സരസുവിന്റെ ചോദ്യം കേട്ട് മേരിക്കുട്ടി ടീച്ചറും ഞെട്ടുന്നുണ്ട്. സുഹൃത്തുമായുള്ള സൗഹൃദത്തെ ബാധിക്കുമെന്ന് കരുതി നീ അത് പറയാതിരുന്നിട്ടുണ്ടോ എന്ന് സരസു വീണ്ടും ചോദിക്കുമ്പോൾ സരസുവിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ പരിഭ്രമത്തോടെ മേരിക്കുട്ടി ടീച്ചറും അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്ത് ഒറ്റ കാര്യം മാത്രമേ മറച്ചിട്ടുള്ളൂ, അത് ഇതാണ് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എന്തായിരുന്നു നിന്റെ ഉള്ളിലിരിപ്പെന്നൊന്ന് പറ എന്ന് സരസുവും. എന്നാലും നീ അതറിയാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് മേരിക്കുട്ടി സംശയത്തോടെ പറയുമ്പോൾ നീ കാണുന്നതിനപ്പുറം വഴികൾ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ, നീ എന്താണ് ഒളിപ്പിച്ചതെന്ന് ഞാൻ കേൾക്കെന്ന് പറ എന്ന് സരസുവും. കാര്യം നീ തന്നെ പറഞ്ഞല്ലോ, അത് സത്യമാ എന്ന് ചിരിയോടെ മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. പണ്ടെനിക്ക് അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നു വീണ എൻ്റെ ഈ വീട്ടിൽ മരുമകളായി വരണമെന്ന്. പിന്നെ നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് പേടിയായി. എടി, എന്തു കാരണം കൊണ്ടാണെങ്കിലും എനിക്ക് നിന്റെ ബന്ധം മുറിഞ്ഞു പോകുന്നത് ആലോചിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഉള്ളിലൊതുക്കി മേരിക്കുട്ടി ടീച്ചറും സങ്കടത്തോടെ പറയുന്നുണ്ട്. സന്തോഷിന്റെ കാര്യം ഞാൻ കന്യാകുമാരിയിൽ വെച്ച് പറയുമ്പോഴും നീ ഒന്നും മിണ്ടിയില്ല എന്ന് സരസു ചോദിക്കുമ്പോൾ അതെ, ഞാൻ പതുക്കെ ആ ആഗ്രഹം മാറ്റിവെച്ചു, അതുകൊണ്ടാ. പക്ഷെ സന്തോഷിനായി നീ ഇല്ലാത്ത കാലത്ത് വീട്ടിൽ സംസാരിക്കുമ്പോൾ ഉള്ളിലൊരു കത്തൽ. അപ്പോൾ ഞാൻ ജോണിനോട് എനിക്കുണ്ടായിരുന്ന ഈ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ജോണും അവൻ പഠിക്കുന്ന കാലത്ത് അവനുണ്ടായിരുന്ന ഇഷ്ടം എന്നോട് പറഞ്ഞു. പക്ഷേ വീണ സ്വന്തം സഹോദരനെ പോലെയല്ലേ ജോണിനോട് ഇടപെട്ടിരുന്നത്. കാരണം ജോണും ആ ആഗ്രഹം അവന്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു നിർത്തുമ്പോൾ എന്നാലും ഇത്രയും വലിയൊരു സീക്രട്ട് നീ ഇത്രകാലം ഉള്ളിൽ വെച്ചല്ലോ എന്ന് സരസുവും ചോദിക്കുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചറും ചിരിയോടെ നിനക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്നെ ചീത്ത വിളിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ്, നിനക്ക് എന്നോടുള്ള ഇഷ്ടവും അടുപ്പവും കാരണമല്ലേ എന്നൊരാഗ്രഹം തോന്നിയത് എന്ന് സരസവും പറയുന്നുണ്ട്. നിന്നോട് പണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നീ എന്തു പറയുമായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചറുടെ ചോദ്യം കേട്ട് അമ്പരപ്പോടെ നിൽക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണയുടെയും ജോണിൻ്റെയും കാര്യത്തിൽ ടീച്ചറമ്മയും മേരിക്കുട്ടി ടീച്ചറും ആ നിർണായക തീരുമാനമെടുക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.